ക്യാബ്സ് ലെക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ക്യാബ്സിനെ എങ്ങനെയാണോ നിങ്ങൾ സ്നേഹിച്ചത്, ഫോളോ ചെയ്ത്, അതേപോലെ തന്നെ ക്യാബ്സ് ലെക്സിനെയും ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ സ്പെഷ്യലായിട്ട് നമ്മളും കുറേ ദിവസങ്ങളായിട്ട് ആഗ്രഹിച്ച് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ് താർ റോക്സ്. മാർക്കറ്റിൽ പുതിയ വണ്ടിക്ക് 3 മാസത്തിലധികം ബുക്കിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു വെഹിക്കിളാണ് താർ റോക്സിന്റെ ഏറ്റവും ടോപ്പ് X7 ലക്ഷറി, ഏറ്റവും ടോപ്പിൽ വേരിയന്റ് ആയിട്ട് വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്കും ഒക്കെ വരാം. വായോ. അപ്പോൾ താർ റോക്സിന്റെ വിശേഷങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ താർ റോക്സിന്റെ സ്പെക്കൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഈ താർ റോക്സ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് അറിയുണ്ടാവും. 2 ലിറ്റർ എഞ്ചിനാണ്, 174 bhp പവർ ഉണ്ട്, 380 Nm ടോർക്ക് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുണ്ടാവും. നമ്മൾ ഈ വെഹിക്കിള് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. അപ്പോൾ ഈ വെഹിക്കിളിന്റെ കറക്റ്റ് സ്പെക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ കസ്റ്റമർ ചെയ്തിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സിലേക്ക് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട സംഭവം എന്താ വെച്ചാൽ, ഓൾമോസ്റ്റ് ഒരു 1 lakh വർത്തുള്ള ഒരു PPF കോട്ടിങ് കസ്റ്റമർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ വെഹിക്കിളിൽ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ കംപ്ലീറ്റ് സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള ഒരു PPF കോട്ടിംഗ് ആണ്. PPF കോട്ടിങ്ങിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, എവിടെയെങ്കിലും കാര്യമായിട്ടുള്ള ഒരു സ്ക്രാച്ച് വന്നു വെച്ചാൽ പിന്നെ ആ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് റീപെയിന്റ് ചെയ്യേണ്ടിരുന്ന ചെറിയ ഒരു പ്രശ്നം ഉണ്ട് വെച്ചാലും കസ്റ്റമർ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വാറന്റിയോട് കൂടിയിട്ടുള്ള PPFന്റെ കോട്ടിങ് ഈ വെഹിക്കിളിന് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു എക്സ്ട്രാ ഫിറ്റിംഗ് പറയേണ്ട ആവശ്യമില്ല, കോമൺ ആണ് വെച്ചാലും റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത്, താർ റോക്സിന് കുറേ ആൾക്കാർ ചെയ്യണതാണ് ഇവിടെ ഒരു ബോക്സ്. അത് പലപ്പോഴും എനിക്കൊരു വൃത്തികേടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, നമ്മൾ ബാക്കിലത്തെ ഈ ഒരു ടെയിലിന്റെ ഒരു ഇൻഡിക്കേറ്റർ പോലത്തെ ലൈറ്റ് ആണ്. അത് ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴാണെന്നുണ്ടെങ്കിലും അതെ, വണ്ടി അൺലോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, നല്ല അടിപൊളിയായിട്ട് അതിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കണതാണ് ഭയങ്കര രസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കസ്റ്റമർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ചെറിയ പുറത്തുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ വരുന്നത് താർ റോക്സിന്റെ ഒരു പ്രത്യേകത ഉള്ള സംഭവം എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഫോറിൻ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് എന്താ സംഭവിച്ചാൽ, ഈ ഒരു സാധനമല്ലേ, നമ്മൾ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ താമസിച്ചിട്ടൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്പൂണോ അങ്ങനത്തെ കിച്ചൺ സെറ്റൊക്കെ തൂക്കിയിടാം. ഇവിടെ നമ്മൾ സ്റ്റൗ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സീറ്റ് 60-40 നമുക്ക് മടക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിടക്കണമെങ്കിൽ കിടക്കാം. അങ്ങനെ കുറേ ഇത് ഒരുപാട് ഫോറിൻ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട് വെച്ചാലും ഈ താറ് പോലത്തെ വണ്ടികളിൽ ഇതെനിക്കൊരു സ്പെസിഫിക്കായിട്ട് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ, ബാക്ക് സൈഡിൽ സ്പെഷ്യലായിട്ട് നമുക്ക് ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്, ബാക്ക് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റിന് താർ റോക്സിനുള്ള പ്രത്യേകതയാണ് ഒരു സി ടൈപ്പ്. അപ്പോൾ ആ ഒരു സിയുടെ ഒരു സംഭവം ബാക്കിലത്തെ ടെയിലിന്റെ ലാമ്പിനും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു അടിപൊളി പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, ഇവിടേക്ക് ഇതിന്റെ റിവേഴ്സ് ക്യാമറ പല വണ്ടികളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു ഭാഗത്താവും റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ടാവുക. പക്ഷേ ഈ താർ റോക്സിന്റെ ഇവിടെയാണ് റിവേഴ്സ് ക്യാമറ. അപ്പോൾ നമുക്കൊരു ചെറിയ സ്ഥലത്തൊക്കെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ബാക്കിലേക്ക് എടുത്തിട്ട് നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റും. പിന്നെ ഇതിന് 360 ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഏത് ചെറിയ വഴി കൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഇനി ഇന്റീരിയറിലേക്ക് നമുക്ക് കുറച്ച് അടിപൊളി വിശേഷങ്ങളിലേക്ക് വരാം. വായോ. അപ്പോൾ ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ, ഇന്റീരിയറിൽ നോർമലായിട്ട് നമുക്കറിയാം ഇത് ADAS Level 2 ആണ്. ലൈൻ അസിസ്റ്റ്, ലൈൻ ഡിപ്പാർച്ചർ, അങ്ങനത്തെ ADASൽ വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ കൂടി താർ റോക്സിന് ഏറ്റവും വലിയൊരു ചീത്തപ്പേര് എന്തായിരുന്നു വെച്ചാൽ ഇതിന്റെ സീറ്റിംഗ് ആയിരുന്നു. ഇതിന്റെ സീറ്റിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് വൈറ്റ് സീറ്റിംഗ് ആണ് ഈ താർ റോക്സിന് എല്ലാ വണ്ടികൾക്കും. അത് പല ഇതിലും ഭയങ്കര നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. പക്ഷെ കസ്റ്റമർ ഇതിന് നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ, അടിപൊളി ലെതറിന്റെ ബ്ലാക്ക് സീറ്റ് നമുക്ക് വേണ്ടി കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ. അപ്പോൾ ഈ സീറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഫ്രണ്ടിൽ 2 സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അപ്പോൾ ആ വെന്റിലേഷൻ ഉള്ള ലെതർ സീറ്റാണ് ചെയ്തിട്ടുള്ളത്. അതന്നെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, 10,75,000 രൂപ വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ അഡീഷണൽ ഫിറ്റിംഗ്സിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2.5 lakhs അഡീഷണൽ ഫിറ്റിംഗ് കസ്റ്റമർ നമുക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഇന്റീരിയറിലത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെഹിക്കിളിന് ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന പ്രൈസ് എന്ന് പറയുന്നത് 24,88,000 ആണ്. അപ്പോൾ ഇനി ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് 24,500 കൂട്ടിക്കോളും. പിന്നെ അതൊരു 3 മാസം ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു പുതിയ വണ്ടി എടുക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ച് ഒരു 3 months വെയിറ്റ് ചെയ്ത് ഇത്രയൊന്നും അഡീഷണൽ ഫിറ്റിംഗ് ഇല്ലാത്തൊരു വണ്ടി എടുക്കണേക്കാട്ടിലും അത്രയൊരു ഓഫർ പ്രൈസിലാണ് നമുക്ക് ഈ വെഹിക്കിള്
ക്യാപ്സ് ലെക്സിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ വെഹിക്കിളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 20,90,000 രൂപയ്ക്ക് ക്യാപ്സ് ലെക്സിന് നിങ്ങൾക്ക് ഈ താർ റോക്സ് സ്വന്തമാക്കാം. ഇതിന്റെ സ്പെക്ക് ഒറ്റ തവണയും കൂടി പറയാം. ഇത് 2025 മോഡലാണ്. ആകെ 17,000 കിലോമീറ്റർ മാത്രമേ ഈ വെഹിക്കിൾ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ റിയൽ വീൽ ഡ്രൈവിലാണ്. റിയൽ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ഓഫ് റോഡും കാര്യങ്ങൾക്കൊക്കെ നല്ല സ്മൂത്ത് ആണ്. അതിൽ ഏറ്റവും ഫുൾ ഓപ്ഷനാണ് AX7 ലക്ഷറി എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. 20,90,000 ആണ് ഇതിന്റെ ഓഫർ പ്രൈസ്. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറയാണ്. അപ്പോൾ ക്യാപ്സ്ലെക്സിന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. ഇതേപോലത്തെ നമ്മളുടെ വരുന്ന വെഹിക്കിൾസിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കാം. എൻ്റെ അറിവിന്റെ പരമാവധി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം കൂടി പറയാണ്, ക്യാപ്സ്ലെക്സിന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ദിസ് ഈസ് സന്ദീപ് നാരായണൻ. തൽക്കാലം സൈനിങ് ഓഫ്. ബൈ.